നമ്മുടെ ഫോണിന് മികച്ച നെറ്റ്വർക്ക് കണക്ഷൻ ലഭിക്കുന്നതിനും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കൂടുതൽ സമയം നിലനിർത്താനും അതുമാത്രമല്ല നമ്മളെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ആ ഫോൺ കോൾ കട്ടായിട്ടായിരിക്കും നമുക്ക് കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്തും അവർക്കത് കട്ടായിട്ടായിരിക്കും കേൾക്കുന്നത്, നല്ല ക്ലിയർ അല്ലാത്ത രീതിയിൽ കേൾക്കുന്നതൊക്കെ പരിഹരിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ സെറ്റിങ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം കാണുന്ന നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് എന്ന ആ ഒരു ഓപ്ഷനിലെ അതിൽ തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സിം അറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ സിം ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫോണിൽ 2 സിമ്മൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോൺ വിളിക്കാനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനൊക്കെ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ സിം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു കണക്ഷനോടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും വരുന്നത്. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക, താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആക്സസ് പോയിന്റ് നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സിൻ്റെ മുകളിൽ പോയി സെർച്ച് ബാറിൽ പോയിട്ട് ആക്സസ് പോയിന്റ് നെയിം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. ഞാനിവിടെ ആക്സസ് പോയിന്റ് നെയിം എന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കണക്ഷനാണോ ഉപയോഗിക്കുന്നത് ആ കണക്ഷൻ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സമയം ഞാൻ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ അവിടെ അൺസ്പെസിഫൈഡ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ അൺസ്പെസിഫൈഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അൺടിക്ക് കൊടുക്കുക. അൺടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ എല്ലാം തന്നെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എല്ലാം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ NR എന്നുള്ളതില്ല, ആ NR എന്നുള്ളത് 5G ആണ് കേട്ടോ. ആ NR വരയ്ക്കും ഫുള്ളായിട്ട് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മേലേക്ക് തന്നെ വരും. മേലത്തെ ഈ നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ളതിന് മേലെ APN റോമിംഗ് പ്രോട്ടോകോൾ എന്നൊരു ഓപ്ഷനിലെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IPv4 IPv6 എന്നൊക്കെ ഉണ്ടാകും. അതിന് താഴെയായിട്ട് IPv4/IPv6 എന്നുണ്ടാകും. നിങ്ങൾ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ, രണ്ടും കൂടിയിട്ടുള്ളത്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. IPv4/IPv6 സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അതുപോലെ തന്നെ APN പ്രോട്ടോകോളിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഓതന്റിഫിക്കേഷൻ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പാപ്പ് അല്ലെങ്കിൽ ചാപ്പ് എന്നൊക്കെ ഉണ്ടാകും. ഈ പാപ്പ് ഓർ ചാപ്പ് എന്നൊക്കെ ഉള്ളത് ഓരോരോ നെറ്റ്വർക്ക് കണക്ഷനുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇവിടെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആവുന്നില്ല, നെറ്റ്വർക്ക് കണക്ഷൻ പ്രോബ്ലം ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പാപ്പിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ പാപ്പിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാപ്പിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ കിട്ടുന്നോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പാപ്പിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് വീട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പാപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് വെച്ചതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ആ സേവ് എന്ന ആ ബട്ടണിൽ അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആ ഓതന്റിഫിക്കേഷൻ ടൈപ്പിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ചാപ്പ് എന്ന് നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ആ സേവ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ പോയിട്ട് ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോണിലുള്ള ഇപ്പോഴുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് ഞാൻ ഉള്ളിലിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലതരത്തിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പാപ്പും ചാപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് കട്ടാകാതെ നമുക്ക് ഫോണിൽ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓതന്റിഫിക്കേഷൻ ടൈപ്പ് എന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാപ്പ് ഓർ ചാപ്പ് എന്ന 2 ഭാഗങ്ങളില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്താണ് നമുക്ക് കൊടുക്കണം, ഈ പാപ്പും ചാപ്പും ഏതാണോ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ഫോണിൻ്റെ ഭാഗത്തായിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുകയും നമുക്ക് ഫോൺ വിളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. ഇവിടെ APN ടൈപ്പ് എന്നുള്ളത് നിങ്ങളിവിടെ
ഇത് തന്നെ കൊടുത്താൽ ഡിഫോൾട്ട് തന്നെ കൊടുത്താൽ മതി. പിന്നെ സെർവർ വന്നത് ജിയോ നെറ്റിലേക്ക്. ഇപ്പോൾ ഞാനിവിടെ ജിയോ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ജിയോ നെറ്റ് എന്ന് വയ്ക്കുന്നത്. നിങ്ങൾ ഏതാണോ കണക്ഷൻ ഉപയോഗിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെറ്റ് എന്നൊരു ഭാഗമായിട്ട് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ മുകളിൽ സേവ് എന്ന് കൊടുക്കുക. ഈ സേവ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ റീബൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ റീബൂട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ഗൂഗിളിൽ പോവുക. നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്, നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്രയാണോ സ്പീഡുള്ളത് അതിന് വെച്ച് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് അറ്റ് ഇൻ്റർനെറ്റ് എന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോയ അതേ സെറ്റിങ്സിന് സിം അറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഒരു ഭാഗത്തിന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതാണോ മൊബൈൽ കണക്ഷൻ ഉപയോഗിക്കുന്നത് ആ കണക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിരുന്ന അതേ പേജിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ 5G 4G എന്ന കുറേ നെറ്റ്വർക്കുകളെല്ലാം കൂടി ഒന്നിച്ച് വർക്കാവുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ 5G എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ LTE എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ പരിസരത്തൊന്നും തന്നെ 5G നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് 4Gയും 5Gയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളതിനെ LTE എന്ന ആ 4Gയിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം 5G നെറ്റ്വർക്ക് ഇന്ന് എല്ലാ ഭാഗത്തും ശക്തമായിട്ടുള്ള സിഗ്നൽ അല്ല ഉള്ളത്. ആ ശക്തമായിട്ടുള്ള സിഗ്നൽ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് മാറിക്കൊണ്ടിരിക്കും. 4Gയും 5Gയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ സിഗ്നലുള്ള 5G ഉള്ള ഏരിയ ആണെങ്കിൽ പോലും അതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഫോണായ 5Gയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ ബാറ്ററി ചാർജ് നമുക്ക് കൂടുതൽ സമയം നിലനിർത്താനും നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് കട്ടാകാതെ നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് LTE ആണ്, അതായത് 4G നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് കണക്ഷൻ തന്നെയാണ് എല്ലാവരുടെയും ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത്രയും സെറ്റിങ്സുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഒന്നുകൂടി ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇപ്പോൾ എത്രത്തോളം കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ലോഡിങ് സ്പീഡ് എത്രയാണ്, ഡൗൺലോഡ് സ്പീഡ് എത്രയാണെന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്, എത്രത്തോളം സിഗ്നൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.